ജമ്മുവിലും കാശ്മീരിലൊക്കെയുള്ള നാട്ടുകാർക്ക് നേരെ ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്. മാത്രമല്ല സൈനികരെ ആക്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ വിനോദസഞ്ചാരികളെ തന്നെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഭീകരാക്രമണത്തെ? ഈ ഒരു ആക്രമണം മാത്രമല്ല, ഇതിന് തൊട്ട് മുന്നേ നമ്മളൊരു പിൽഗ്രിം ഒരു ഗ്രൂപ്പ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന റെയ്സി എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്ക് നേരെ ഒരു ആക്രമണം നടത്തിയത് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, അതിൽ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഈ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളെ ഇത് ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പാറ്റേൺ അത് നമ്മളിവിടെ കാണുകയാണ്. തീവ്രവാദികൾ പൊതുവെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെററൈസിങ് ഓപ്പറേഷൻസ് അത് ഏറ്റവും കൂടുതൽ ടെറർ ഉൽപ്പാദിപ്പിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ ഇടയിലാണെന്നുള്ളത് നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. ഇയാൾക്ക് ഭ്രാന്താണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? ഈ ഭ്രാന്ത് ഞാൻ മാറ്റിത്തരാം. ഇതങ്ങനെ കേരള ലെവലിൽ ചിന്തിച്ചാൽ പോരാ, കേന്ദ്ര ലെവലിൽ ചിന്തിക്കണം. ഇപ്പോ ഈ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ പോക്ക് റീജിയനിൽ ഹമാസ് അവരുടെ ചില ആളുകൾ വന്നു നിന്നുകൊണ്ട് നമ്മുടെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ ഇതുപോലെയൊക്കെയുള്ള ആളുകളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. ഓപ്പറേഷൻ നമ്മൾ അൽ അക്സ കോൺഫറൻസ് എന്നൊക്കെ പേരിട്ടിട്ടൊക്കെയാണ് അത് ചെയ്തതായിട്ട് അറിയുന്നത്. ഇതേ പേര് തന്നെയായിരുന്നു നമ്മുടെ ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ ആ സമയത്ത് ഒക്ടോബർ 7 അവർ നടത്തിയ ഓപ്പറേഷൻ അവരുടെ പേര് ഇതേ പേര് തന്നെയായിരുന്നു. അപ്പൊ അതിലെന്താ നമ്മൾ കണ്ടത്? സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ പാട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ കടന്ന് ചെന്നുകൊണ്ടാണ് 10,200 ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത്. അതോടൊപ്പം തന്നെ അടുത്തുള്ള മറ്റു പല കിബിറ്റ്സുകളിലും കടന്നു നിന്നുകൊണ്ട് അക്രമം അഴിച്ചുവിട്ടത് നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ പാറ്റേൺ എന്താണ്? അത് ഈ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുക, അത് ടെററൈസ് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക, അത് നാട്ടുകാർക്ക് പ്രചരിപ്പിക്കുക, ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇടുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിവിലിയൻസിനെ ഇതുപോലെ ചെയ്ത് ഒരു ടെറർ അഴിച്ചു വിട്ടുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ കാശ്മീരിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട്. ഇവിടെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അതായത് പ്രധാനമായിട്ടും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം അത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. നമ്മൾ പറയാറില്ല, ലാൽ ചൗക്കില് നാളുകൾക്ക് ശേഷം അവിടെ ഒരു ത്രിവർണ്ണ പതാക ഉയർന്നു വന്നതിനെ കുറിച്ചും അത് ഇന്നും അവിടെ പറക്കുന്നതിനെ കുറിച്ചും, പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കമുള്ള ആളുകൾ അവിടേക്ക് വിനോദയാത്ര പോയി കഴിയുമ്പോൾ അവിടെ നിന്നും ചിത്രങ്ങൾ അയച്ചു തന്നുകൊണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടൊക്കെ പറയുന്ന ഒരു കാഴ്ചയുണ്ട്. കാശ്മീർ ഇപ്പൊ പണ്ടത്തെ കാശ്മീർ അല്ല എന്നുള്ളത്. ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇത് നരേന്ദ്രമോദി പറയുമ്പോഴാണ് പ്രശ്നം. ഇത് നാട്ടുകാർ തന്നെ നേരിട്ട് പോയി കണ്ട് അതിന്റെ അനുഭവം പങ്കുവെക്കുന്നത് നമ്മളിവിടെ കണ്ടിട്ടുള്ളപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അവിടെ ടെറർ ആക്ടിവിറ്റീസും അത് ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു പൊതുജനവും അതിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് കശ്മീരികളായിട്ടുള്ള ആളുകൾ തന്നെ അത് പറയുന്നത് നമ്മളിവിടെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുന്നു. ടെറർ ഇൻസിഡൻസ് കുറഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോഴും എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. അവിടെ സ്പൊറാഡിക് ആയിട്ട് ഇതുപോലുള്ള ഒറ്റയും തെറ്റയുമായി കൊണ്ടുള്ള അറ്റാക്സ് അവിടെ നടത്തിക്കൊണ്ടേയിരിക്കുക, അവരുടെ സാന്നിധ്യം അവിടെ അറിയിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. കാരണം എന്താണ്? അവരുടെ ബിഗർ ഗോൾസ് ഉണ്ട്. ആ ബിഗർ ഗോൾ എന്ന് പറയുന്നത് ഒന്ന് കാശ്മീർ തന്നെയാണ്, 2 ഇന്ത്യ മൊത്തം പിടിക്കുക എന്നുള്ള ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സാധനം ഈ പറയുന്ന ഈ കൂട്ടരായിട്ടുള്ള ആളുകളുടെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിദൂര ലക്ഷ്യം തന്നെയാണ്. അത് ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അത് നടപ്പിലാക്കിയിരിക്കണം. അതൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ട് അവർ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അതിപ്പോ ഒരു വിപരീത കാലാവസ്ഥ, മോദി അവിടെ ഉണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ട് എന്നതിന്റെ പേരിൽ കുറച്ചൊരു ഗ്യാപ്പ് ഇടാം, അല്ലെങ്കിൽ ഒന്ന് പതുക്കെ പോകാം. പക്ഷെ അപ്പോഴും നമ്മളിവിടെ ഉണ്ടാകണം. നമ്മളെ പരിശീലനം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഇതിനുള്ള ടെററൈസിങ് ആക്ടിവിറ്റീസ് അത് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലാണ് നമ്മൾ ബിഗർ ഗോൾസിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സംഗതി അത് അവിടെ ഉണ്ട്. ഈ ടെററിസം എന്ന് പറയുന്നത് ഇസ്ലാമിക് ടെററിസം എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വൈകുക, മടിക്കുക, അല്ലെങ്കിൽ അതിനെ അലംഭാവം കാണിക്കുന്ന ഏത് രാജ്യവും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, അവരുടെ നില ഇന്ന് കുട്ടിച്ചോറായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയപരമായിട്ട് കുട്ടിച്ചോറാകുന്നു, അത് സാമ്പത്തികമായിട്ട് കുട്ടിച്ചോറാകുന്നു, അതുപോലെ തന്നെ അവരുടെ സാമുദായികമായ നിലനിൽപ്പ്, അതിലുള്ള ഒരു അരക്ഷിതാവസ്ഥ, അതുപോലെ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ടെൻഷൻസ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിച്ചോറാകാൻ വേറെ ഒരു കാരണം വേണ്ട. ഇവൻ തന്നെയാ പ്രശ്നം. മുടിയും പ്രശ്നങ്ങൾ അവസാനിക്കില്ല. നിങ്ങളൊരു പട്ടിണി രാജ്യമാണെങ്കിൽ പോലും, ടെററിസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം. കാരണം അങ്ങനെ അഫക്റ്റഡ് അല്ലാത്ത പല രാജ്യങ്ങളുണ്ട്. വലിയ സാമ്പത്തിക ശക്തിയൊന്നുമില്ല. ഇപ്പൊ വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാം ലാവോസ്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ രാജ്യങ്ങളടക്കം അവർ ഇത്രയും വലിയ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ചെറിയ രാജ്യങ്ങളാണെങ്കിലും സാമ്പത്തികമായിട്ട് വലിയ ശക്തികൾ അല്ലെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ട്. പക്ഷേ അത്തരമൊരു സ്ഥിതിവിശേഷം അതിലേക്കൊരു തീവ്രവാദം കൂടി കടന്നു വന്നു കഴിയുമ്പോൾ പിന്നെ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും. ഇതാണ് നമ്മൾ കാണുന്നത്. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ്. ബംഗ്ലാദേശ്, അങ്ങനെ ഓരോ ഉദാഹരണങ്ങളുള്ളപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ് ഈ ടെററിസം എന്ന് പറയുന്നത്. ഈ ഒരു അറ്റാക്കും അതിലുണ്ടായിട്ടുള്ള അവരുടെ രീതി ഇപ്പൊ അറിയാൻ കഴിയുന്നത്, അവരുടെ മതം ചോദിച്ചിട്ട് വെടിവെച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അതും ചോദിക്കാൻ മടിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയാം. കാരണം ഇതിന്റെ ഈ ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷ്യം വെച്ച് ജിഹാദ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. അവരുടെ ലക്ഷ്യം
ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഫിഡൽസിനെ കൊല്ലുക എന്നുള്ളതാണ്. മുസ്ലിങ്ങളെ കൊല്ലേണ്ട കാര്യം അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും അത് സ്പെയർ ചെയ്യും. കാരണം ഖുറാനിലടക്കം എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ 9:5 എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഞാൻ ഈ പറയുന്നത്. ഏതെങ്കിലും ആളുകൾക്ക് നിഷേധിക്കണമെങ്കിൽ വെല്ലുവിളിയായിട്ട് തന്നെ ഞാൻ ഇവിടെ വെക്കാണ്. നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കുക, ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഈ പറയുന്ന കാഫറുകളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പതിയിരിക്കുക, അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊന്നേക്കുക എന്ന് പറയുമ്പോൾ അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരേക്കും അവരെ യുദ്ധത്തിന് നിങ്ങൾ അവരുമായിട്ട് ചെല്ലുക എന്ന് പറയുമ്പോൾ തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ഇതൊന്നും ഡിഫൻസ് അല്ല ഈ പറയുന്നത്, ഇതെല്ലാം ഒഫൻസീവ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. ഇവിടെ ഒരു വിവേചനമുണ്ട്. ആ വിവേചനം എന്ന് പറയുന്നത് മുസ്ലിമിനെ സ്പെയർ ചെയ്യുക, കാഫറുകളെ പിൻ പോയിന്റ് ചെയ്ത് ചെയ്യുക, പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്, ഇത് പ്രത്യേകിച്ച് നിങ്ങളെ ആക്രമിക്കാൻ വന്നതിന്റെ പേരിൽ ചെയ്യണമെന്നൊന്നും അല്ല ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. യുദ്ധമൊക്കെ കഴിഞ്ഞ് കാറ്റും കൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം ഈ ഖുറാനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിത് പറയേണ്ടി വരികയാണ്, മതം ഇവിടെ പറയേണ്ടി വരികയാണ്. കാരണം ഇവർ ജിഹാദ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ആ ജിഹാദിന്റെ പിന്നിലുള്ളത് മതമാകുമ്പോൾ നമ്മൾ പറയേണ്ടി വരുന്നു. ഇപ്പൊ ചോദിച്ച ചോദ്യവും ഇതിന്റെ ലക്ഷ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതിപ്പോ പുതിയ സംഭവം അല്ലല്ലോ. നമ്മൾ ഈ ചോദ്യം പുതിയതായിട്ട് ചോദിക്കാൻ, ഇത് എന്നോ ഉള്ള കാര്യമാണ്. ഇതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഈ സിസ്റ്റം ഇപ്പോഴും ഈ സാധനത്തിന് എത്ര മാത്രം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതിന് എത്ര മാർക്ക് കൊടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയാ ഒരു 60 മാർക്കേ ഞാൻ എപ്പോഴും കൊടുക്കുള്ളൂ. ഇന്ത്യ ഇപ്പോഴും ഈ വിഷയത്തിൽ ഇതിന്റെ ഈ നമ്മളെ ഹോം മിനിസ്ട്രി അതുപോലെ ഡിഫൻസ് ഒക്കെ ആണെങ്കിലും ഇതിനെ മനസ്സിലാക്കുന്നതിൽ, ഇതിനെ തുരത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിലും എത്രമാത്രം എക്യുപ്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രമാത്രം അതിലേക്ക് ഫോക്കസ്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100-ൽ 60 മാർക്കേ ഞാൻ എപ്പോഴും കൊടുക്കുകയുള്ളൂ. കാരണം ബാക്കി പിന്നെയും കിടക്കുകയാണ്. കാരണം ഇത് ഒരു 90 മാർക്കെങ്കിലും നമുക്ക് കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയാലല്ലാതെ ഈ സാധനത്തെ കൺട്രോൾ ചെയ്യാൻ, അതിന് വേണ്ട പണി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. സർജിക്കൽ സ്ട്രൈക്സ് നടത്തിയേ പറ്റുള്ളൂ. പിന്നല്ലാതെ അതിനെ നമ്മൾ അവിടെ ഒരു ഇസ്രായേലിനെ തന്നെ മാതൃകയാക്കണം എന്നാണ് ഞാൻ പറയാം. കാരണം ഇന്നും നമ്മളിവിടെ പറയുമ്പോൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഹമാസ് ഇവിടെ കാശ്മീരിൽ വന്ന് പോയി എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? ഈ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇന്നും നമ്മുടെ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും അതിനെ താലോലിക്കുന്ന ആളുകൾക്കുള്ള എല്ലാ വഴി ഒരുക്കിയിട്ടുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു ഘട്ടത്തിലെങ്കിലും ഞാൻ പറയാ, ആദ്യത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകളെ അതിന് തീവ്രവാദ സംഘടനയായിട്ട് തന്നെ ഇന്ത്യയിൽ നിരോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതിന് പിന്തുണ കൊടുക്കുന്ന ആളുകൾ ഇന്ത്യയിൽ അകത്തുനിന്ന് പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്ന് ഇടുക, അതിനുള്ള പണികൾ നമ്മൾ ചെയ്തു വെക്കുക. അതുകൂടെ തന്നെ പുറത്തുനിന്ന് ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഒരു ദയം കാണിക്കാൻ പറ്റില്ല. ടെററിസം നമ്മൾ എത്ര പുരോഗതി നമ്മൾ നേടിയാൽ പോലും ഒരു രാത്രി കൊണ്ട് അത് തകിടം മറിക്കാൻ പറ്റിയ സംഗതിയാണ് ഈ ടെററിസം പറയുന്നത്. കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? നമ്മുടെ ഒരു വേണ്ടപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം പ്രവാസിയായി വലിയ ലക്ഷ്യങ്ങളൊക്കെ വെച്ച് പോയി. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം നോക്കിയിട്ട് പോയത് ആഫ്രിക്കയിലെ ഒരു സുഡാനിലേക്കാണ് പോയത്. സുഡാനിലേക്ക് അവിടെ പോയ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ ശരിയാണ്, വലിയ തോതിൽ കുഴപ്പമൊന്നുമില്ലാതെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു രാജ്യം, കുറെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി ഒരു കച്ചവടം തുടങ്ങുന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞില്ല, അവിടെ ഈ പറയുന്ന പോലെ ഒരു ജിഹാദി പ്രശ്നം തന്നെയാണ് അവിടെ തുടങ്ങി വെക്കുന്നത്. ജിഹാദികൾ തന്നെയായിരുന്നു അതിന്റെ പിന്നിൽ. ഇന്ന് ആ രാജ്യം കുട്ടിച്ചോറാണ്. അദ്ദേഹത്തിന് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവൻ നമുക്ക് അറിയുന്ന നേരിട്ടുള്ള ഒരു കൂട്ടുകാരന് സംഭവിച്ച കാര്യമാണ് ഈ പറയുന്നത്. തിരിച്ചു ഓടേണ്ടി വരികയാണ്. അപ്പൊ ഏതൊരു രാജ്യത്തിന്റെയും അവരുടെ സാമ്പത്തിക സ്ഥിതി, പൊളിറ്റിക്കൽ സ്ഥിതി, ഇതിനെല്ലാം അസ്ഥിരമാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ടെററിസം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ നമ്മളുടെ പ്രോബ്ലംസ് ലിസ്റ്റിൽ, പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വെച്ച് അതിന് വേണ്ട പണി നമ്മൾ ചെയ്യാൻ വളരെ വാണിംഗ് ആയിട്ട് ഇതെങ്കിലും നമ്മൾ എടുക്കണം എന്നാണ് പറയുന്നത്. ഇനിയും ഇതുപോലെ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നു തള്ളിയാൽ അല്ലാതെ നമ്മൾ പഠിക്കില്ല എന്നുള്ളൊരു നിലപാട് വന്നാൽ അത് ശരിയല്ല. നമ്മൾ ഇനി ഒരാൾ പോലും ഇതുപോലെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. അത് ഏത് തരം പ്രശ്നമായാലും ശരി, ഇത് പ്രത്യേകിച്ചും അവിടെ പ്രയോറിറ്റി നമ്മൾ ഇതിനെ തന്നെ കൊടുക്കണം. മറ്റുള്ള പ്രശ്നമില്ലേ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളോട് തൽക്കാലം മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിത് പറയണം. ടെററിസം ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അതിനെ കൺട്രോൾ ചെയ്തിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ. നമുക്ക് ഇത്ര വലിയ ഡെവലപ്ഡ് രാജ്യം അല്ലെങ്കിൽ പോലും ടെററിസം ഉണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് പോകണം. 100% ഞാൻ യോജിക്കുന്നു. നമ്മൾ നടത്തിയ ഒരു പഠനവും അതുപോലെ തന്നെ ഇസ്രായേൽ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചില കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായപ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആന്റിസെമിറ്റിസം എന്ന് പറയുന്ന ഒരു വിഷയം, ജൂതവിരുദ്ധത എന്ന് പറയുന്ന ഒരു സംഗതി. അത് ഇതുപോലെ ഏതെങ്കിലും ഒരു യുദ്ധമുഖത്തോ അല്ലെങ്കിൽ കുറച്ച് തീവ്രവാദികൾ മാത്രം കൊണ്ടു നടക്കുന്ന സാധനമല്ല. അത് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ അടക്കം അത് പറഞ്ഞു വെച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ചെറിയ കുട്ടികൾക്ക് അടക്കം കൊടുക്കുന്ന ഒരു രീതി, അത് മദ്രസകളിലല്ല അല്ലാതെയുള്ള പാഠപുസ്തകങ്ങളിൽ വരെ ഉണ്ട് എന്ന് നമുക്ക് അവിടെ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നുണ്ടെങ്കിലും അന്ന് നമ്മൾ നടത്തിയ ആ ഒരു സന്ദർശന ആ ഒരു ഗ്രൂപ്പിൽ അന്ന് അവർ ആ കാര്യം പറയുമ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളായിരുന്നു, ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും. അതായിരുന്നു അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അപ്പൊ ഞാനപ്പോൾ അവരോട് ചുമ്മാ ചോദിച്ചു, ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഇതിനു മുന്നേ നിങ്ങൾ എത്ര പേര് അറിയുമെന്ന് അവിടുന്ന് റാൻഡമായിട്ട് ചോദിച്ചപ്പോൾ ഒരാൾക്ക് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ പ്രശ്നം. ഇവിടെ ആ ഒരു ഗ്രൂപ്പിൽ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്ന ആ ഗ്രൂപ്പിൽ
ഒരു ഇന്റേൺ, ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇന്റേൺ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ആ ഇന്റേൺ ചെയ്യുന്നത് എന്താണ്, അതായത് ഇസ്രായേൽ എങ്ങനെയാണോ ഈ വിഷയം മനസ്സിലാക്കി അതിന്റെ റൂട്ട് ലെവലിൽ അവരത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അബ്രഹാം അക്കോർഡ്സിൽ അടക്കം അവരത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ജൂതവിരുദ്ധത സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിലും അതുപോലെ UAE-യിലുള്ള കുട്ടികൾ പഠിക്കുന്ന അവരുടെ മെയിൻ സ്ട്രീം കൺവെൻഷണൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇത് മാറ്റി അത് വേറെ രീതിയിലേക്ക് കൊണ്ടുവന്നു. ജൂതന്മാരുമായിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച്, ഓണം ആഘോഷിക്കുന്ന പോലെ അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള പുതിയ പാഠങ്ങൾ കുത്തി നിറയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ അതുവഴി അവരുടെ ആ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ് അവർ ഈ ജൂതവിരുദ്ധത പഠിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ സ്കൂളിൽ എണ്ണമൊക്കെ പഠിച്ചിരുന്നത് എങ്ങനെയാണ്, നമ്മൾ മാങ്ങ എണ്ണി പഠിക്കുന്നു, 5 എന്ന് എണ്ണാൻ വേണ്ടിയിട്ട് 5 മാങ്ങ നിരത്തി വെച്ചിട്ട് നമ്മൾ എണ്ണം പഠിക്കുമ്പോൾ ഇവരെന്താ പഠിക്കുന്നത്, ഇവര് 5 ജിഹാദികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എന്താണ് ഫിദായിൻസ് എന്ന് പറയുന്ന ആളുകളെ നിരത്തി നിർത്തിയിട്ട് എണ്ണിക്കുകയാണ്. 5 ഫിദായിൻ, 1 2 3 അങ്ങനെയാണ് 5 പഠിപ്പിക്കുന്നത്. അപ്പോൾ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഷാ എന്നുള്ള അക്ഷരം വഴി ഷഹീദ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക, ജിഹാദ് ജാ പഠിപ്പിക്കാൻ വേണ്ടി ജിഹാദ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഇതാണ് അവിടെ നമ്മളിവിടെ A ഫോർ ആപ്പിൾ എന്നും B ഫോർ ബോയ് എന്നൊക്കെ പഠിപ്പിക്കുന്നിടത്ത് അവരവിടെ പഠിക്കുന്നത് J ഫോർ ജിഹാദ് എന്നാണ്. ഈ രീതിയിൽ ആണ് ഇതിനെ നോർമലൈസ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത്. 5 പൈസയുടെ വിവരമില്ലാത്തവന്മാരാണ് കേട്ടാ, നല്ല പിള്ളാരാണ്. ഈ പറഞ്ഞു തന്ന ഗ്രൂപ്പിൽ ഒരു ഇന്റേൺ ആയിട്ടുള്ള ആള്, ഇന്ത്യയിൽ നിന്നുള്ള ഒരാള്, അദ്ദേഹം ഇത് ചെയ്യുന്ന എന്താണ്, അദ്ദേഹം ചെയ്യുന്നത് സമാനമായ ഒരു സാഹചര്യം അത് ഇന്ത്യയിലുണ്ട്, അത് പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇന്ത്യ വിരുദ്ധത പഠിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ എന്താണ് ഇൻഫിഡൽസിനെ ഫൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവര് കാഫറുകളാണെന്ന് പറയുന്ന രീതിയിൽ അവരോട് നമ്മൾ ചേരാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ആ ഒരു സെപ്പറേഷന്റെ, ആ ഒരു സെക്ടേറിയനിസത്തിന്റെ ഒരു പാഠം അത് പാകിസ്ഥാനിൽ വ്യാപകമാണ്. കുട്ടികളിൽ അടക്കം അത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഷ്ടംപോലെ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും TV ചാനൽ. അപ്പൊ ഞാൻ പറയുന്നത് ഇതിനെ അഡ്രസ് ചെയ്യണം. ഇത് ഇന്ത്യയിൽ ഇത് അഡ്രസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ ഇവിടെ എവിടെയും മുസ്ലിങ്ങൾ മുഴുവൻ കുഴപ്പക്കാരാണെന്നോ അവരെ മുഴുവൻ ഇതേപോലെ പിടിച്ച് കെട്ടണമെന്നൊന്നും നമ്മളെവിടെയും പഠിച്ചിട്ടില്ല, പഠിക്കുന്നുമില്ല, പഠിപ്പിക്കാനും പോകുന്നില്ല. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. പക്ഷേ പാകിസ്ഥാനിൽ അത് നടക്കുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് പഠനവിധേയമായിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുവരെ അത് ആ രീതിയിൽ അഡ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ റിറ്റാലിയേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പോലും നമ്മളൊരു സമവായത്തിനുള്ള ഒരു വഴി കൂടി കണ്ടെത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഇത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ അയൽരാജ്യമാണ്, എന്നും കലഹിച്ചുകൊണ്ടിരിക്കുക, യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. കാരണം ഇതിപ്പോ പാകിസ്ഥാന്റെ പരോക്ഷമായ ഔദ്യോഗികമായ ഒരു സഹായം ഉണ്ടെന്ന് നമ്മൾ പറയുമെങ്കിലും പാകിസ്ഥാന്റെ സൈന്യമല്ല നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്, അവിടുത്തെ തീവ്രവാദ കൂട്ടമാണ്. ആ തീവ്രവാദ കൂട്ടം അവർക്കും ഹെഡേക്ക് തന്നെയാണ് ഒരു പരിധി വരെ. അവർക്ക് പക്ഷെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞ പോലെ വേണു സാറ് പറഞ്ഞ പോലെ ഈസയുടെ പിന്തുണയോടുകൂടിയാണല്ലോ ഇവർ അഴിഞ്ഞാടുന്നത്. അങ്ങനെ നമ്മൾ പറയുന്നു. പക്ഷെ എന്നാൽ പോലും ഇതിനെ ഓവർകം ചെയ്യണമെന്നൊരു ആഗ്രഹം അവിടുത്തെ സാധാരണ ജനങ്ങൾക്കുണ്ട്. ഇതൊരു തലമുറ, 1 2 3 തലമുറകൾ കഴിയുമ്പോൾ ഇതിൽ മാറ്റം വരും. കാരണം അങ്ങനെയാണ് ലോകം മുന്നോട്ട് പോയിരിക്കുന്നത്. അതിൽ നമ്മൾ വിശ്വസിക്കണം എന്നാണ് ഞാൻ പറയാം. അപ്പൊ ഇതിൽ ചെയ്യേണ്ടത് നിലവിൽ ഇതിന് ബിഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്ലൈ നമ്മൾ കൊടുക്കണം എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോ പുൽവാമ അറ്റാക്കും അവിടെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള സംഗതികൾ തീർച്ചയായിട്ടും അതിന് വേണ്ട കാര്യങ്ങളായിരിക്കണം. ഏത് തലത്തിലായിരിക്കണം അത് അതിന്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ട്രിഗർ പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത് പറയും. എനിക്ക് ഇവിടെ ഇരുന്ന് പറയേണ്ട കാര്യമില്ല, പറയാൻ സാധിക്കില്ല. അങ്ങനെയല്ലല്ലോ, നമ്മൾ ആ ഒരു യുദ്ധമുഖത്ത് നമുക്ക് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളല്ല. പക്ഷെ നമുക്ക് ആഗ്രഹിക്കാം, നമുക്കൊരു വിഷ്വൽ തിങ്കിങ് ഉള്ള രീതിയിലൊക്കെ പറയാം, എല്ലാത്തിനും തവിട് പൊടിയാക്കണം എന്നൊക്കെ നമുക്ക് പറയാം. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ, വെടി വെച്ച് കൊല്ലണം. അപ്പൊ അതിന് ഇപ്പോഴും ഈ ഭീകരവാദികൾ അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു അല്ലേ? യെസ്, തീർച്ചയായിട്ടും അത് സാധ്യത ഉണ്ടല്ലോ. കാരണം ഇവര് വേഷം മാറി വന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ചില വാർത്തകൾ കണ്ടു. അപ്പോൾ അത് അന്വേഷണവും നടക്കട്ടെ. ഞാൻ പറയുന്നത് ഇതിനൊരു ഹോളിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന സാധനം നമ്മളുടെ ഔദ്യോഗികമായ ഒരു മേഖലയിൽ ഇത് എത്രമാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഇതൊരു ഗോളായിട്ട് അവിടെ വെച്ച് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ അത് ഒരു ഗോളാക്കി വെച്ച് തീവ്രവാദത്തിലേക്ക്, സംഘടനകളിലേക്ക് സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ അവിടെ വഴിയുണ്ട്. ഇതിനൊന്നും പണമല്ല പ്രശ്നം, ഇതിൽ വിശ്വാസം തന്നെ ഇതിന് വലിയ ഒരു ഘടകമാവുന്നതാണ് ഞാൻ ഈ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് 100 രൂപ തരാം വരൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയില്ല. പക്ഷേ നീ ഇത് ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടും, ഇത് ഒരു ദീനിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ഒരു ദീനിയായ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ വഴിക്ക് പോകും. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഈ രീതിയിലാണ് ഗിൽ ട്രിപ്പിങ്ങും അതുപോലെ തന്നെ ഈ കൊതിപ്പിക്കലും പേടിപ്പിക്കലും ഒക്കെ വെച്ചുകൊണ്ട് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ജിഹാദി പിറക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ മുസ്ലിമിനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഈ ഇസ്ലാമിനകത്ത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇതുപോലെയുള്ള ഗസ്വായ് ഹിന്ദ്, അതുപോലെയുള്ള പല പല സാധനങ്ങൾ. അപ്പൊ ഇത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ മതം, ഈ
തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നതിലെ ആ മതം അത് ഇന്ന് ഇസ്ലാമാണെന്ന് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് അക്നോളജ് ചെയ്ത് അതിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവിടെ വരുത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആന്റിസെമിറ്റിസം ആണ് ഇതിലൂടെ ഉണ്ടാകുന്നതെന്ന് ജൂതന്മാർ മനസ്സിലാക്കി അതിനെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യാൻ തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഈ ഗസ്വായ ഹിന്ദാണ്. ഈ ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്ന സാധനത്തിന് പിന്നിൽ ഒരു ഡോക്ടറിൻ ഉണ്ട്, ഇസ്ലാമിക് ഡോക്ടറിൻ ഉണ്ട്. ആ സാധനം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ ഹിന്ദുക്കൾ, കാഫിറുകൾ, ഇൻഫിഡൽസ് എന്നൊക്കെ വാക്കുകൾ അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ഇതിനെ അഡ്രസ് ചെയ്യാനുള്ള ചില ബയലാട്രൽ വഴികൾ കൂടി നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഒരു അബ്രഹാം അക്കോർഡ്സ് ഇവിടെ ഉള്ളതുപോലെ നമുക്കൊരു അക്കോർഡ് തുറക്കാൻ കഴിയണം. ആ രീതിയിലേക്ക് നമ്മൾ അതും കൂടി നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കുറെ യുദ്ധം, കുറെ സിവിലിയൻസ് കൊല്ലപ്പെടും, വീണ്ടും യുദ്ധം, വീണ്ടും സർജിക്കൽ സ്ട്രൈക്ക്, ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാലം ഇത് തള്ളി നീക്കേണ്ടി വരും. ഇതാണ് ഉണ്ടാവുക. ഓനെ ഇടുന്ന് അടിച്ചറക്കാലേ കുടുംബത്തിന് രക്ഷയുള്ളൂ. അപ്പൊ ഇതിനും കൂടി ഒരു വഴി നമ്മൾ കണ്ടെത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയാം. ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട ഘട്ടം ആയിട്ടുണ്ട്. എനിക്ക് ആ ഒരു നിലയ്ക്കുള്ള നീക്കങ്ങൾ നമ്മൾ കാണുന്നില്ല. അതും കൂടി വന്നാലാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ അവിടെ നമ്മൾ ഇപ്പോൾ പറയുന്ന മാതിരി ഞാൻ ആരിഫിന്റെ കുറെ വീഡിയോകൾ കാണാറുണ്ട്. എപ്പോഴും ഞാൻ വേഗം ആരിഫിനെ ശരിക്കും സമ്മതിക്കണം, ധൈര്യമായിട്ട് ആരിഫിന്. ബിക്കോസ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ അത്ര ഈസി അല്ല. ബിക്കോസ് അന്യനാട്ടിൽ എന്ന് പറയുന്ന മാതിരിയല്ല കേരളത്തിൽ എന്ന് പറയണം. ഏതെങ്കിലും ഒരു തലയെഞ്ഞൊരുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അനുഭവം ഉണ്ടായതല്ലേ? ഉണ്ട്. അതാ പറഞ്ഞ 2018 എനിക്കൊരു അനുഭവം ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഡെത്ത് ത്രെറ്റ്, ഒഫീഷ്യലായിട്ട് ഡെത്ത് ത്രെറ്റ് ഉണ്ട് എനിക്ക്. ഞാൻ പിന്നെ സുപ്രീം കോടതിയിൽ പോയി പ്രൊട്ടക്ഷൻ വാങ്ങിച്ചു അതിനുള്ളത്. അതൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ എല്ലാത്തിനും നമുക്ക് സുപ്രീം കോടതിക്ക് ഓടാൻ പറ്റില്ലല്ലോ. നമുക്ക് കപിൽ സിബലും ഈ പറഞ്ഞ ഈ പ്രശാന്ത് ഭൂഷണും നമ്മുടെ അടുത്തില്ലല്ലോ. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ രീതി, തുണി പൊക്കി നോക്കിയും പേര് ചോദിച്ചും മതം അതിനകത്ത് പരിശോധിച്ചിട്ട് ഇതിനകത്തൊരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ അത്യന്തഹീനമായിട്ടുള്ള ഇതില് നോക്കിയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതെ, ഇനിയെങ്കിലും ഈ തീവ്രവാദത്തിന് പിന്നിൽ മതമുണ്ട്, ആ മതം ഇസ്ലാമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഇതൊരു ജോഗ്രഫിക്കൽ ഇഷ്യൂ ആണ് എന്ന് പറയുന്ന സാധനത്തെ മാറ്റി വെച്ചിട്ട് ഇതൊരു ഐഡിയോളജിയുടെ പ്രശ്നമാണ് എന്ന് നമ്മൾ അംഗീകരിക്കാനും അത് അഡ്രസ് ചെയ്യാനും അത് അക്നോളജ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അതുകൂടാതെ ഇതൊരു വെറുതെ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാതെ ഇതൊക്കെ ആരോട് പറയാം, ഇത് ഒരു ബാർബറിസവും അതുപോലെ തന്നെ സിവിലൈസേഷനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ നമ്മളുടെ ഇവിടുത്തെ പോളിസി മേക്കേഴ്സിനും ഇവിടുത്തെ ഭരണാധികാരി, ഇവിടുത്തെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ആംഗിളിൽ ഇതിനെ പരിഹരിക്കാനുള്ള ശ്രമവുമായിട്ട് മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആ രീതിയിൽ ഇത് ഒതുങ്ങും. അതുകൊണ്ട് കാര്യമില്ല, ഇത് പരിഹരിക്കണം. ഇതിൽ ഇരകളാക്കപ്പെടുന്ന ആളുകൾ സാധാരണ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ കൂട്ടത്തിൽ സാധാരണ മുസ്ലിമും പെടും. കാരണം ഈ തീവ്രവാദികളാക്കപ്പെടുന്നവരിൽ കൂടുതലും സാധാരണ മുസ്ലിങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു റാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു വിഷയവും കൂടി ഇതിനകത്ത് കൂടുതൽ പ്രോത്സാഹനം കൊടുത്താൽ അല്ലാതെ ഈ ടെററിസത്തിന് നമുക്കൊരു അന്ത്യം കാണാൻ കഴിയില്ല. എന്റെ തല കറങ്ങുന്നല്ലോ കൂട്ടുന്നേരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ, എനിക്കിത് കേട്ടിട്ട് എന്റെ ദേഹം മുഴുവൻ കറങ്ങും. ശരിക്കും ചെകുത്താനും കടലിനും നടുവിലാണ് നമ്മള്. ഇത് തീവ്രവാദികളിലേക്കും തീവ്രവാദത്തിലേക്കും ഒരു ജിയോഗ്രഫിയിലേക്കും മാത്രം ചുരുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നതല്ല. ഇത് ഐഡിയോളജിയാണ് ഇതിന്റെ പ്രശ്നം. ഐഡിയോളജി ആണ് ഇവിടുത്തെ ഈ യുദ്ധത്തിന് കാരണം. ഇതൊരു ഐഡിയോളജി വാറാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം, അല്ലെങ്കിൽ വരുന്ന എല്ലാരും കൂടി അനുഭവിക്കാം. Bing bing boo,